പൂർണ്ണമായും അവരെ നശിച്ചു കണ്ടിട്ടേ ഞാൻ എന്റെ പ്രതികാരം അവസാനിപ്പിക്കും. അവളില്ലാതെ എനിക്ക് പറ്റില്ല. പോയി പണി നോക്കാൻ പറ. നീ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട, അവളോട് തുറന്നു പറഞ്ഞേക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ നന്ദൻ ആകപ്പാടെ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുകയാണ്. ഇസബല്ലയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്ക് ദേവിക ഇല്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശോകം അടിക്കുക. അപ്പം നമ്മുടെ ഇസബല്ലയ്ക്കാണെങ്കിൽ നന്ദന്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലേ. അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രഭാവതിയോ നന്ദനോ ആരെങ്കിലും ഒക്കെ ആണെന്ന് തോന്നുന്നു നമ്മുടെ ദേവികനെ വിളിച്ചിട്ട് നന്ദനെ നീയില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, പോയി പണി നോക്കാൻ പറ എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്താണെങ്കിലും നമ്മുടെ ഋഷി അമ്മയോട്, അതായത് അരുന്ധതിയോട് പറയുകയാണ്, നന്ദനും ദേവികയും എന്നേക്കുമായിട്ട് പിരിഞ്ഞത് നമുക്ക് ആഘോഷിക്കണം, ഇവിടെ വെച്ച് ആഘോഷിക്കണം. അത് ആഘോഷിച്ചാൽ എനിക്ക് പൂർണ്ണ എന്താ പറയാ സംതൃപ്തി സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മുടെ ഋഷി പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ അരുന്ധതിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അരുന്ധതി നമ്മുടെ ഋഷിയുമായിട്ട് നേരെ എതിരായിട്ട് നിൽക്കുന്ന പോലെയാണ് ആ രംഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇസബല്ല പറയുന്നുണ്ട് ലാസ്റ്റ്, നിനക്ക് അത്രയ്ക്കും ദേവികനെ വേണ്ടാതെ പറ്റുന്നില്ലെങ്കിൽ നീ എല്ലാ സത്യങ്ങളും പോയി പറയടാ എന്നിട്ട് നീ ഞങ്ങളെയൊക്കെ കൊല്ലടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇസബല്ല ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഇസബല്ലയും നന്ദനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ പരമ്പരയുടെ പോക്ക് ഇത് എങ്ങോട്ടാണല്ലേ, ഒരു രക്ഷയില്ലാത്ത പോക്കാണ്. എന്തായാലും കാത്തിരുന്നതിനെ കനോട്ടപ്പെടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.